ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 10 പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കും മുൻപ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് അൺബോക്സിംഗ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചതെന്ന് പറഞ്ഞ MI സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു പാക്കിംഗ് കവർ പോലും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കവർ ഓപ്പൺ ചെയ്യാനായിട്ട്. എന്തായാലും ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ ഒരു കവർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഈ ഒരു കത്തി വെച്ച് നമുക്ക് കവർ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ആ കവർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് അതിനുള്ളിലുള്ള ആ ഒരു ബോക്സ് നമുക്ക് പുറത്തെടുക്കാം. ഈ ഒരു ബോക്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് കൂടി റിമൂവ് ചെയ്യാം. ഓക്കെ, വാവ്, ഇവിടെ നമുക്ക് MIയുടെ ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഫോൺ നമുക്ക് പുറത്തോട്ടെടുക്കാം. റെഡ്മി നോട്ട് 10 പ്രോ സ്മാർട്ട് ഫോൺ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കവർ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വെക്കാം. പിന്നെ ഈ കവറിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഈ ഒരു കവർ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ റെഡ്മി നോട്ട് 10 പ്രോ നമ്മുടെ സ്മാർട്ട് ഫോൺ കയ്യിലെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇന്ത്യാസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ ഷവോമിയുടെ ലോഗോയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചേറെ റെഡ്മി നോട്ട് 10 പ്രോ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സൈഡിലും അത് തന്നെയാണ് ഉള്ളത്. ഇതിന്റെ പ്രൈസിങ് ഈ ഒരു ബോക്സിൽ കിടക്കുന്നത് 19,999 രൂപയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിന്റെ പുറയിലുള്ള ഫീച്ചേഴ്സും എല്ലാം പെട്ടെന്ന് നോക്കാം. ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് 120 Hz AMOLED ഡോട്ട് ഡിസ്പ്ലേ വിത്ത് HDR10 സപ്പോർട്ടാണ്. പിന്നെ പ്രോസസർ വരുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G ആണ്. പിന്നെ 68 മെഗാപിക്സൽ AI ക്വാഡ് ക്യാമറ അൾട്രാ വൈഡ് വിത്ത് ടെലിമാക്രോ ലെൻസസ്. പിന്നെ താഴെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കാണാൻ സാധിക്കും 16 MB AI സെൽഫി ക്യാമറ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ, പിന്നെ 5020 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായി ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് നോക്കാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. യെസ്, ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു ബോക്സ് നമ്മൾ പുറത്തോട്ട് എടുക്കാൻ പോവുകയാണ്. എന്തായാലും ആ ബോക്സ് എടുക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡിസൈൻഡ് ബൈ റെഡ്മി. എന്തായാലും അതുകൂടി നമുക്ക് പുറത്തെടുക്കാം. ഇത് എനിക്ക് തോന്നുന്നു കേസ് ആയിരിക്കും. എന്തായാലും ആ കേസ് നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ നമുക്ക് സിം ഇജക്ഷൻ ടൂൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ സാധാരണ ഫോൺ വാങ്ങിക്കുന്ന പോലെ തന്നെ അതിന്റെ യൂസർ ഗൈഡും ഒക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു സ്മാർട്ട് ഫോൺ കേസ് എന്ന് പറയുന്നത്. എന്തായാലും ആ കേസ് കൂടി നമുക്ക് ഒരു കവറിൽ നിന്ന് പുറത്തോട്ടെടുക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസ് നമുക്ക് ഈ ബോക്സിന്റെ അകത്തോടെ തന്നെ നമുക്ക് വെക്കാം. ഇത് ഈ സൈഡിലോട്ട് ഇരിക്കട്ടെ, ഇത് എന്തായാലും അങ്ങോട്ട് ഇരിക്കട്ടെ. ഓക്കെ, അടുത്തായി നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോ സ്മാർട്ട് ഫോൺ നമുക്ക് പുറത്തോട്ടെടുക്കാം. വാവ്, എന്തായാലും ഈ ഫോൺ എടുക്കുന്ന സമയത്തിന് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. എന്തായാലും നമുക്ക് ആ ഒരു ഫസ്റ്റ് ആ ലേബൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കേ, എന്താ തിളക്കമല്ലേ ഇത്. പവർ സാധനം. ഓക്കേ, അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് ഇവിടോട്ട് വെക്കാം. അതിന് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ചാർജർ എന്ന് പറയുന്നത് 33 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു കേബിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ടൈപ്പ് സി ആണോ നോക്കട്ടെ. യെസ്, അപ്പോൾ ടൈപ്പ് സി ടു USB ആണ്. എന്തായാലും നമുക്ക് ആ ഒരു കേബിൾ നമുക്ക് എടുക്കാം. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഓക്കെ, ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ചാർജർ നല്ല വെയിറ്റ് ഉണ്ട്. എന്തായാലും ഈ ചാർജർ നമുക്ക് ഇവിടോട്ട് വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിൽ ഉള്ളതെന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഈ ഒരു റെഡ്മി നോട്ട് 10 പ്രോ സ്മാർട്ട് ഫോൺ നമുക്ക് ബൂട്ട് അപ്പ് ചെയ്യാം. എന്തായാലും ഓൺ ചെയ്യാൻ പോവുകയാണ്. യെസ്, അപ്പോൾ ഇത് ഓൺ ആവുന്നുണ്ട്. റെഡ്മി പവർഡ് ബൈ ആൻഡ്രോയിഡ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയേഴ്സ് അങ്ങ് സ്പീഡപ്പ് ചെയ്യുകയാണ് വീഡിയോസിൽ എന്താവാതിരിക്കുവാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ ഓൺ ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം ഫീൽ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് റെഡ്മി നോട്ട് 10 പ്രോ എന്ന് പറയുന്നത്. ഇതിന്റെ ഡിസൈൻ വൈസിലാണെങ്കിലും ബിൽഡ് ക്വാളിറ്റിയിലാണെങ്കിലും പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. അടുത്തായി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിലേക്ക് പോകാം. 4 ക്യാമറ മൊഡ്യൂൾസ് ആണ് ഉള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് 64 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സൽ അൾട്രാ വൈഡും 5 മെഗാപിക്സൽ
പിക്സൽ ടെലി മാക്രോയും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ ക്യാമറാസുമാണ് ഉള്ളത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 16 മെഗാ പിക്സലിന്റെ ഒരു പഞ്ച് ഹോൾ ക്യാമറയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. പിന്നെ ഏതൊരു സ്മാർട്ട് ഫോണിലുള്ള എല്ലാ ക്യാമറ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നതും ആണ്. അടുത്തതായി ഡിസ്പ്ലേയിലേക്ക് പോകാം. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 120 ഹെർട്സിന്റെ ഫുൾ HD AMOLED ഡോട്ട് ഡിസ്പ്ലേ ആണ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 16.9 സെന്റിമീറ്റർ ആണ്. അടുത്തതായി പ്രൊസസറിലേക്ക് പോകാം. പ്രൊസസർ എന്ന് പറയുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G ആണ്. 732G അത്യാവശ്യം നല്ല പെർഫോമൻസ് നൽകുന്ന ഒരു പ്രൊസസറാണ് 732G എന്ന് പറയുന്നത്. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 2.3 GHz ആണ്. അടുത്തതായി സ്റ്റോറേജിലേക്ക് പോകാം. സ്റ്റോറേജ് എന്ന് പറയുന്നത് 6GB റാമും അതോടൊപ്പം തന്നെ 128GB ഇന്റർണൽ സ്റ്റോറേജുമാണ്. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് 512GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതും ആണ്. ബാറ്ററി എന്ന് പറയുന്നത് 5020 mAh ലിഥിയം പോളിമർ ബാറ്ററിയും ആണ്. അത്യാവശ്യം നല്ല ബാക്കപ്പ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റിലുള്ള ഏതൊരു ഫോണിനെക്കാട്ടിലും മികച്ച ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും നൽകിയിരിക്കുന്നത്. എന്തായാലും ഡിസൈനിന്റെ കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഈ സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 8.1 mm ആണ്. പിന്നെ ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സൈഡിലുള്ള പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റും വരുന്നത്. അടുത്തതായി നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കുറച്ച് സാമ്പിൾ ഫോട്ടോസും വീഡിയോസും എടുക്കാം. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നതും ആണ്. പിന്നെ 4K വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറി യൂട്യൂബിന്റെ വീഡിയോ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു 4K വീഡിയോസ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതും ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ടെസ്റ്റും ക്യാമറ ടെസ്റ്റ് ഗെയിമിംഗ് ടെസ്റ്റും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എല്ലാം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ എല്ലാം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമന്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനവും ശക്തി. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ വാട്സപ്പ് വഴി ഫേസ്ബുക്ക് വഴി മറ്റ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതിലേക്കും ബൈ.